അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം ശക്തം. ആമിർ ഖാൻ മുത്താഖിയുടെ വാർത്താ സമ്മേളനം പുരുഷ മാധ്യമ പ്രവർത്തകർ ബഹിഷ്കരിക്കണമെന്നായിരുന്നു പി ചിദംബരം പറഞ്ഞത്. സഹപ്രവർത്തകരെ ഒഴിവാക്കുകയോ ക്ഷണിക്കാതിരിക്കുകയോ ചെയ്തു എന്ന് കണ്ടാൽ ഇറങ്ങിപ്പോരണമായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയും വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചു. പി ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, എന്താണ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത അഫ്ഗാനിസ്ഥാനിലെ ചില നിയമവ്യവസ്ഥകൾ ഇവിടെ അതിന് ഉതകുന്ന തീരുമാനമെടുത്തതാണോ? എങ്ങനെയാണ് പ്രതിഷേധം ഇതിലുള്ളത്? ഇന്നലെയാണ് ആമിർ ഖാൻ മുത്താഖി ഇന്ത്യയിലെത്തിയത്. ഡൽഹിയിൽ വിദേശമന്ത്രിയുമായി ചർച്ചയ്ക്ക് ശേഷം അഫ്ഗാനിസ്ഥാൻ എംബസി അദ്ദേഹം സന്ദർശിച്ചു. അവിടെ ഇപ്പോഴും റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ജനാധിപത്യ സർക്കാരിന്റെ കീഴിലുള്ള ചാർത്തി അഫയേഴ്സ് ആണ് അവിടെ ഉള്ളത്. അവിടെ റിപ്പബ്ലിക്കൻ പതാകയാണ് ഉയർത്തിയിരുന്നതും താലിബാന്റെ പതാക ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് ഈ വാർത്താ സമ്മേളനത്തിനെത്തിയതിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ ക്ഷണിച്ചിട്ടില്ലായിരുന്നു എന്നുള്ള വിഷയം വരികയും ഒരു മാധ്യമ പ്രവർത്തകൻ അത് ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇത് വലിയ വിവാദമാവുകയും ചെയ്തു. തുടർന്ന് വിദേശ മന്ത്രാലയം ഇത് തടയണമായിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും ആവശ്യങ്ങളും വനിതാ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഇപ്പോൾ വിദേശ മന്ത്രാലയം ഇതിൽ നിന്നും കൈകഴുകിയിരിക്കുന്നു. ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്നുള്ളതാണ് വിദേശ മന്ത്രാലയത്തിന്റെ നിലപാട്. സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ അഫ്ഗാൻ എംബസി അഫ്ഗാനിസ്ഥാന്റെ സ്ഥലമാണ്, ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ്. അപ്പോൾ അക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ് വിദേശ മന്ത്രാലയം വ്യക്തമാക്കി. ഏതായാലും ഇപ്പോൾ രാഷ്ട്രീയ തലത്തിൽ തന്നെ നേതാക്കൾ ഇത് ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പി ചിദംബരം ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. പുരുഷ മാധ്യമ പ്രവർത്തകർ ഇറങ്ങിപ്പോകണമായിരുന്നു എന്നുള്ള ഒരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പ്രിയങ്ക ഗാന്ധി ഇതിനെതിരെ വളരെ ശക്തമായി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിലൊരു സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞത്. മർക്കാദത്തിനെ പോലുള്ള മുതിർന്ന വനിതാ മാധ്യമ പ്രവർത്തകരും താലിബാന്റെ ഈ നടപടിക്കെതിരെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്.